ഹായ് ഗൈസ്, അപ്പോൾ ഓണമൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഔട്ട്ഫിറ്റും ഹെയർ സ്റ്റൈലും കണ്ടാലോ. നമുക്ക് ഓണത്തിനും വിഷുവിനും ട്രഡീഷണൽ പർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ. ഫസ്റ്റ് തന്നെ ഒരു സെമി ബ്രൈഡൽ ലുക്കാണ്. ഇത് ടെമ്പിളിനൊക്കെ നല്ല അടിപൊളി ഒരു ലുക്കാണ്, ഒരു മിനിമൽ സെമി ബ്രൈഡൽ ലുക്ക്. ആക്ച്വലി ഇതൊരു ട്രാൻസിഷൻ വീഡിയോ ആയിരുന്നു, അത് ഞാൻ സോങ് മാറ്റി വോയിസ് ഓവർ വരുവാണ്. സെക്കൻഡ് നമ്മൾ പട്ടുപാവാട ലുക്കിലാണ് വന്നത്. ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ ഹെയർ സ്റ്റൈൽ ഇതാണ് ഏറ്റവും മാച്ച് പട്ടുപാവാടയ്ക്ക്. അതിൻ്റെ കൂടെ ഒരു മാട്ടി എന്ന് പറയുന്ന സാധനം കൂടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. പിന്നെ ഇതെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഒരു ഓൾഡ് ടൈപ്പ് സാധനമാണ്. നമ്മുടെ ഒരു ഉണ്ണിയാർച്ച മോഡൽ, നമ്മുടെ ട്രഡീഷണൽ പണ്ടത്തെ ട്രഡീഷണൽ നമുക്ക് മേക്ക് ഓവർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയൊരു സാധനമാണ്. പിന്നെ ഇതൊരു മോഡേൺ ടൈപ്പ് ഒരു സാധനമാണ്, മോഡേണും ട്രഡീഷണലും മിക്സ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഫേവറേറ്റ് ലുക്ക് ഇതാണ്, കൂട്ടത്തിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഇതിനൊരു എലിഗൻ്റ് ആയിട്ട് എന്താ പറയുക, ഗോൾഡൻ ജ്വല്ലറീസ് ഒന്നും യൂസ് ചെയ്യാതെ കുറച്ചുകൂടി എന്താ പറയുക സ്റ്റീൽ ടൈപ്പ് ജ്വല്ലറീസാണ് യൂസ് ചെയ്തത്. ഇതെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഒരു മെച്യൂർഡ് ആയിട്ടുള്ള സാരിയിൽ എന്താ പറയുക കുറച്ചുകൂടി ഒരു ലുക്കാണ്. പിന്നെ ഇത് ഒരു ഡിഫറെൻറ്റ് ലുക്കാണ്. ഞാൻ ആരും ഇങ്ങനത്തെ ഒരു സ്റ്റൈലൊന്നും ചെയ്തിട്ട് കണ്ടിട്ടില്ല. യൂഷ്വലി നമ്മൾ സാരിയും ധാവണി അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ഹെയർ സ്റ്റൈൽ നോക്കി ഒരു പോണി വിത്ത് ഒരു ബൺ ടൈപ്പാണ്. നല്ലൊരു ഹെയർ സ്റ്റൈലാണ്. മെറ്റൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, ജ്വല്ലറീസ്. അപ്പോൾ ഇതൊരു ഡിഫറെൻറ്റ് ലുക്കായിരിക്കും നിങ്ങൾ കൊണ്ടുവരുന്നതാണെങ്കിൽ. അതുപോലെ തന്നെ ഇതിന് ശേഷമുള്ള ഹെയർ സ്റ്റൈലും ഡ്രസ്സും പക്ക സൂപ്പർ. ഇതും ഒരു വെറൈറ്റി സാധനമാണ്. കുറച്ച് ട്രഡീഷണൽ ആണെങ്കിലും നമുക്കത് മോഡേണിൽ കൺവേർട്ട് ചെയ്തിട്ട് ഷൈൻ ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. കോളേജിലൊക്കെ മീൻസ് ഡിഫറെൻറ്റ് ലുക്ക് നമുക്ക് തരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് സാധനമാണ് ഇത്, ഇങ്ങനത്തെ ചുരിദാറും ഫ്രോക്കും ഒക്കെ കസവിനെ കൊണ്ടുള്ള അതിൻ്റെ കൂടെ ഞാൻ വൈറ്റ് ജ്വല്ലറീസാണ്, വൈറ്റ് സ്റ്റോൺസൊക്കെ വരുന്ന ജ്വല്ലറീസ് കുറച്ചുകൂടി മോഡേൺ ആണ്. പക്ഷെങ്കിൽ കണ്ടോ ഒരു അരപ്പട്ട പോലത്തെ സാധനമൊക്കെ വെച്ച് അങ്ങനെ സ്റ്റൈൽ ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ഇത് കൂടാതെ ഇനിയിപ്പോൾ ഓണം ബേസിസ് അല്ലാതെ ഒരു തമിഴ് ലുക്കും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ സാരി തന്നെ നമുക്ക് വേറെ രീതിയിൽ ഉടുക്കാം. മീൻസ് കല്യാണത്തിന് പോകുന്നുണ്ടെങ്കിൽ നോർമൽ സാരി ഉടുക്കാതെ സാരിയിൽ നിന്ന് കുറച്ച് കൺവേർഷൻ എന്നുള്ള രീതിയിൽ ഉടുക്കുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഹെയർ സ്റ്റൈൽ സെറ്റ് ചെയ്യാം. ഹെയർ സ്റ്റൈൽ ബൺ കെട്ടി ഒരു ചുട്ടി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പ്ലെയിൻ ഹെയർ സ്റ്റൈലാണ്, കുറച്ച് നമ്മൾ ഒതുക്കി ചെയ്തില്ലേ അങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈലാണ്. ഒരു ഡിഫറെൻറ്റ് ലുക്ക് എന്നുള്ള രീതിയിൽ ഒന്ന് മാറ്റി പിടിച്ചതാണ്. അപ്പോൾ ഇതിനും ഒരു എന്താ പറയുക, ഒരു കയ്യിൽ മാത്രം വളയിട്ട് സ്റ്റൈൽ ചെയ്ത് മറ്റേ കൈ ഫ്രീ ആയി വിട്ട് അങ്ങനെയുള്ളൊരു രീതിയിൽ. ഇതെന്ന് വെച്ചാൽ ഭയങ്കര വലിയ ഫങ്ഷനല്ല, മിനിമലായിട്ടുള്ള ഫങ്ഷനും അല്ല. അതിൻ്റെ ഒരു മീഡിയം സൈസിൽ നിൽക്കുന്ന ഫങ്ഷൻസ് ഉണ്ടാവില്ലേ നമ്മുടെ, അങ്ങനത്തെ ഫങ്ഷൻസ് ഉപയോഗിക്കാൻ പറ്റിയ സാരിയാണ്. എന്നിട്ട് അതെന്താ കുറച്ച് ഒരു ടീച്ചർ ലുക്ക് ഉണ്ടല്ലേ, ബ്രൈഡൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അത്രയ്ക്കുള്ളൂ. നിങ്ങളുടെ ഫേവറേറ്റ് ലുക്ക് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.